വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആനുവൽ എക്സാം, അതായത് വാർഷിക പരീക്ഷയുടെ 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് നോക്കൂ. റീഡ് ദ എക്സ്ട്രാക്റ്റ് ഫ്രം ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. ഇത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്ന ചാപ്റ്ററിൽ ഒരു പാരഗ്രാഫാണ് നൽകിയിരിക്കുന്നത്. അത് വായിച്ച് നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. Being a top professional surfer would have brought me only a silver of this recognition and probably only within the tight-knit surfing community. എന്താണ്? ഒരു മികച്ച പ്രൊഫഷണൽ സർഫർ ആയതിനാൽ എനിക്ക് എന്ത് ചെയ്തു? സർഫിംഗ് കമ്മ്യൂണിറ്റിയുടെ സ്നേഹവലയത്തിൻ്റെ ബന്ധത്തിൽ അംഗീകാരത്തിൻ്റെ ഒരു വെള്ളി ലഭിച്ചേക്കാം. അവിടെ പറയുകയാണ്, ഒരു മികച്ച പ്രൊഫഷണൽ സർഫർ ആയതിനാൽ എനിക്ക് സർഫിംഗ് കമ്മ്യൂണിറ്റിയുടെ ആ സ്നേഹവലയത്തിൻ്റെ ബന്ധത്തിൽ എനിക്ക് എന്ത് ചെയ്യാം? അംഗീകാരത്തിൻ്റെ ഒരു വെള്ളി ലഭിച്ചേക്കാം. യു ആർ സംതിങ് മോർ നൗ ദാൻ എ സർഫർ. നീ ഇപ്പോൾ ഒരു സർഫറിനേക്കാളും എന്താണ്? വളരെ ഉയരത്തിലാണ്. ഫ്രണ്ട്സ് ടെൽ മീ, സുഹൃത്തുക്കൾ എന്നോട് പറയുന്നു. യു ആർ ദ ബിയറർ എ ഹോപ്പ് ഫോർ those who have been handed a bad deal in the card game of life. ജീവിതമാകുന്ന കാർഡ് ഗെയിമിൽ അല്ലേ, അതായത് മുച്ചീട്ട് കളിയിൽ തിക്താനുഭവങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവർക്ക് പ്രത്യാശയുടെ ഒരു വാഹകയാണ്, അല്ലെങ്കിൽ നീ പ്രതീക്ഷയുടെ ഒരു വാഹകയാണ് നീ എന്ന് പറയുകയാണ്. ഒരു ഹോപ്പാണ്, പ്രതീക്ഷയുടെ ഒരു, അതായത് ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിൽ തിക്താനുഭവങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവർക്കൊരു പ്രതീക്ഷയാണ് നീ എന്ന് അവർ പറയുകയാണ്. ഇൻ സം വേസ് ഇറ്റ് വാസ് ലൈക്ക് ലേണിംഗ് ടു സർഫ് ഓൾ ഓവർ എഗെയിൻ. മറ്റൊരു രീതിയിൽ അത് സർഫ് ചെയ്യാൻ മുഴുവനായും വീണ്ടും പഠിക്കുന്നത് പോലെയായിരുന്നു. ഐ ഹാഡ് ടു ലേൺ ഹൗ ടു പാഡിൽ ഇവൻലി വിത്ത് വൺ ആം and when I felt the wave pick me up, I had to put my hand flat on the center of the deck to get to my feet rather than grabbing the surfboard rail the way you would if you had two hands. എന്താണ്? മറ്റൊരു രീതിയിൽ അത് സർഫ് ചെയ്യാൻ മുഴുവനായും വീണ്ടും നീ പഠിക്കുന്നത് പോലെയായിരുന്നു. അതായത് ഒരു കൈ കൊണ്ട് എങ്ങനെ തുഴയാമെന്ന് എനിക്ക് പഠിക്കേണ്ടിയിരുന്നു. തിരമാല എന്നെ ഉയർത്തുന്നതായി എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് 2 കൈകളുള്ളപ്പോൾ നിങ്ങൾ സർഫ് ബോർഡ് റെയിലിൽ പിടിക്കുന്നത് പോലെ നേരെ നിൽക്കാൻ എനിക്ക് ഡെക്കിൻ്റെ മധ്യഭാഗത്ത് കൈ കുത്തേണ്ടി വന്നു. എൻ്റെ ആദ്യ 2 ശ്രമങ്ങൾ എന്ത് ചെയ്തില്ല? വിജയിച്ചില്ല. എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. മൈ ഫസ്റ്റ് കപ്പിൾ ഓഫ് ട്രൈസ് ഐ ഡിഡിൻ വർക്ക്. എനിക്ക് എൻ്റെ ആദ്യത്തെ 2 ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. ആദ്യ 2 ശ്രമങ്ങളിൽ എനിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഐ കുഡിൻ ഗെറ്റപ്പ്. എനിക്ക് എഴുന്നേൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ഐ മസ്റ്റ് അഡ്മിറ്റ്. ഞാൻ അല്പം അഡ്മിറ്റായിട്ട് നിരുത്സാഹപ്പെട്ടു അല്ലേ, സമ്മതിക്കേണ്ടിയിരുന്നു. ഐ വാസ് ടൈറ്റിൽ ബിറ്റ് ഡിസ്കറേജ്ഡ്. എന്താണ്? ഞാൻ അല്പം എനിക്ക് സമ്മതിക്കേണ്ടതായി വരുന്നു, അല്ലെങ്കിൽ നിരുത്സാഹപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ടതായി വന്നിരുന്നു. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഈസിയർ. ഇത് എളുപ്പമായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇത് ഇത്രയുമാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ബെത്തനീസ് ഫ്രണ്ട് മീൻ വെൻ ദേ സെഡ് യു ആർ സംതിങ് മോർ നൗ ദാൻ എ സർഫർ? ഇതിൽ എന്താ പറയുന്നത്? വൈ ഡിഡ് ബെത്തനീസ് ഫ്രണ്ട് മീൻ വെൻ ദേ സെഡ് യു ആർ സംതിങ് മോർ ന്യൂ ദാൻ സർഫർ? ഇവിടെ ഇവരുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എന്താണ്? നീ ഇപ്പോൾ സർഫറിനേക്കാൾ ഉയരെയാണ് എന്ന് സുഹൃത്തുക്കൾ നിന്നോട് പറയുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? വൈ ഡിഡ് ബെത്തനീസ് ഫ്രണ്ട് മീൻ വെൻ ദേ സെഡ്? അങ്ങനെ പറയാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ബൈ സെയിങ് സോ ഹെർ ഫ്രണ്ട്സ് മീൻ ദേ ഷീ വാസ് ദ ബിയറർ ഓഫ് ഹോപ്പ് ഫോർ ദോസ് ഹൂ ഹാഡ് ബീൻ ഹാൻഡഡ് എ ബാഡ് ഡീൽ ഇൻ ദ കാർഡ് ഗെയിം ഓഫ് ലൈഫ്. അതായത് ജീവിതമാകുന്ന കാർഡ് ഗെയിമിൽ, അതായത് മുച്ചീട്ട് കളിയിൽ തിക്താനുഭവങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവർക്ക് ഒരു പ്രതീക്ഷയുടെ ആളാണ് നീ, പ്രതീക്ഷയുടെ വാഹകയാണ് നീ എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അല്ലേ. അതാണ് അവരതിൽ മീൻ ചെയ്യുന്നത്. അത് യു ആർ സംതിങ് മോർ നൗ ദാൻ സർഫർ, സർഫറിനേക്കാളും നീ വലുതാണെന്ന് പറയാൻ കാരണം അതാണ് അതിൽ മീൻ ചെയ്യുന്നത്. വട്ട് വാസ് ദ മേജർ ചലഞ്ച് ബെത്തനി ഫേസ്ഡ് വെൻ ട്രൈയിങ് ടു സർഫ് ആഫ്റ്റർ ദ ആക്സിഡൻറ്റിന് ശേഷം അവൾ ഫേസ് ചെയ്ത മേജർ ചലഞ്ചസ് അല്ലേ? എങ്ങനെയാണ്? വൈൽ ട്രൈയിങ് ടു സർഫ് വിത്ത് എ സിംഗിൾ ഹാൻഡ് ഷീ ഹാഡ് ടു പാഡിൽ ഇവൻലി വിത്ത് വൺ ആം. ഇറ്റ് വാസ് ലൈക്ക് ലേണിംഗ് ടു സർഫ് ഓൾ ഓവർ അഗെയിൻ. വെൻ the wave picked her up, she had to put her hand flat on the center of the deck to get to her
feet rather than grabbing the surfboard rail with 2 hands. അതായത് അവൾക്ക് സർഫ് ചെയ്യാൻ മുഴുവനും വീണ്ടും പഠിക്കുന്നത് പോലെയായിരുന്നു. അതായത് ഒരു കൈ കൊണ്ട് എങ്ങനെ തുഴയാമെന്ന് അവൾക്ക് പഠിക്കേണ്ടിയിരുന്നു അല്ലേ. തിരമാല അവൾ ഉയർത്തുമ്പോൾ എന്താണ് അവൾക്ക് അനുഭവപ്പെടുന്നത്, 2 കൈകളുള്ളപ്പോൾ നമ്മൾ സർഫ് ബോർഡ് റെയിലിൽ പിടിക്കുന്നത് പോലെ നേരെ നിൽക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. അവൾക്ക് ഡെക്കിൻ്റെ മധ്യഭാഗത്ത് കൈ കുത്തേണ്ടി വന്നു. അപ്പോൾ ആദ്യത്തെ അവളുടെ ശ്രമങ്ങളൊന്നും എന്ത് ചെയ്തില്ല, വിജയിച്ചില്ല എഴുന്നേൽക്കാനായിട്ട്. അപ്പോൾ അവൾ നിരുത്സാഹപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആദ്യത്തെ 2 ശ്രമങ്ങളിൽ അവൾക്ക് വിജയിച്ചില്ല. അവൾ അല്പം നിരാശപ്പെട്ടു എന്ന് അവൾക്ക് സമ്മതിക്കേണ്ടതുമായിട്ടും വന്നു അല്ലേ. അപ്പോൾ അവൾക്ക് 2 കൈ കൊണ്ട് അവൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടില്ല, 2 കൈകളുള്ളപ്പോൾ സർഫ് ബോർഡ് റെയിലിൽ പിടിക്കുന്നത് പോലെ അവൾക്ക് നേരെ നിൽക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതാണ് അവൾ ഫേസ് ചെയ്ത പ്രശ്നം എന്ന് പറയുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഡ് ഹെർ ഫസ്റ്റ് കപ്പിൾ ഓഫ് ട്രൈ സക്സീഡ്, വാട്ട് വാസ് ഹെർ റിയാക്ഷൻ? അവളുടെ ആദ്യത്തെ 2 ശ്രമങ്ങളിൽ അവൾ വിജയിച്ചിരുന്നോ? അവളുടെ റിയാക്ഷൻ എന്തായിരുന്നു? The first couple of tries didn't work. She couldn't get up and she was a little bit discouraged. അവൾക്ക് ആദ്യത്തെ ശ്രമങ്ങളിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല, ശ്രമങ്ങളിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ല. അവൾക്ക് അവൾ നിരുത്സാഹപ്പെട്ടു എന്ന് അവൾ അതിൽ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരുന്നു അല്ലേ. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബെത്തനീസ് റിട്ടേൺ ടു സർഫ്ബോർഡ് വാസ് എൻ ഇൻസ്പിറേഷൻ ടു ഓൾ. വാട്ട് മെസ്സേജ് ഡസ് ഹെർ ലൈഫ് കൺവേ? അവളുടെ ലൈഫ് എന്താണ് കൺവേ ചെയ്യുന്നത്, എന്ത് മെസ്സേജാണ് നൽകുന്നത്? ബെത്തനി കൺവേ ദ മെസ്സേജ് ദാറ്റ് ട്രാജഡി ഈസ് നോട്ട് എ ഡെഡ് എൻഡ് ബട്ട് എ ട്രാൻസ്ഫോർമേറ്റീവ് ടേണിംഗ് പോയിന്റ്. അവളുടെ ട്രാജഡി എന്താണ് മീൻ ചെയ്യുന്നത്? ഇതൊരു ഡെഡ് എൻഡ് അല്ല, അതായത് ഒരു അവസാനമല്ല. എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതെന്താണ്, അതതിൻ്റെ അവസാനമല്ല, ബട്ട് എ ട്രാൻസ്പോർട്ടിംഗ് ടേണിംഗ് പോയിന്റ്. ഇതൊരു ടേണിംഗ് പോയിൻ്റാണ്, അടുത്തയിലേക്ക് തിരിയാനുള്ള വേറൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടാണ് അത് എടുക്കേണ്ടത്. അതാണ് അവളുടെ ലൈഫ് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. 5th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദ മീൻസ് അക്നോളജിങ് സംവൺ ഓർ സംതിങ്. അതിന് റെക്കഗ്നേഷൻ, അതിന് പറ്റുന്ന വേറെ വേർഡ് അതിനകത്ത് ഏതാണ്? റെക്കഗ്നേഷൻ. Next question, read the lines from that poem success and answer the question that follow. എന്താണ് ഇത് താഴെ കൊടുത്തിരിക്കുന്നത്? ഒരു പോയമാണ് അല്ലേ, നിങ്ങൾ പഠിച്ചിരിക്കുന്ന പോയമാണ്. ഏത് പോയമാണ്? സക്സസ് എന്ന പോയത്തിൽ കുറച്ച് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The distant mountain that appear their solid bastions of the sky are crossed by pathways that appear as we to higher level rise. The height by great men reached and kept were no attained by sudden flight, but they while their companions slept were toiling upward in the night. എന്താ ഇവിടെ പറയുന്നത്? ദ ഡിസ്റ്റൻസ് മൗണ്ടെയിൻ, അതായത് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മൗണ്ടെയിനെ കാണാൻ പറ്റും അല്ലേ. ദ സോളിഡ് ബാസ്റ്റൻസ് ഓഫ് ദ സ്കൈസ്, അതെങ്ങനെ നിൽക്കുന്നത്? ഒരു കോട്ട പോലെ നമ്മുടെ ആകാശം എന്ന മൗണ്ടെയിൻ എന്ത് ചെയ്യുകയാണ്? കോട്ട പോലെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ആകാശം എന്ന കോട്ടയും മൗണ്ടെയിൻ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുകയാണ്? താങ്ങി നിർത്തിയിരിക്കുകയാണ്. അർക്കോസ് ബൈ ദ പാത്വേസ് ദാറ്റ് അപ്പിയർ ആസ് വി ടു ഹയർ ലെവൽ റൈസ്. എന്താണ്? കോട്ട പോലെ ആകാശത്തെ താങ്ങി നിർത്തുന്ന ആ മൗണ്ടെയിൻ്റെ മേൽ എന്തുണ്ട്? ദ ഹൈറ്റ് ബൈ ഗ്രേറ്റ് മാൻ റീച്ച്ഡ്, മനുഷ്യൻ്റെ കാൽപ്പാടുകളുണ്ട്. ആൻഡ് കെപ്റ്റ് വെയർ നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ്. എന്താണ്? കോട്ട പോലെ ആകാശത്തെ താങ്ങി നിർത്തുന്ന ആ മൗണ്ടെയിൻ്റെ മേൽ എന്തുണ്ട്? മനുഷ്യൻ്റെ കാൽപ്പാടുകളുണ്ട്. അതായത് മനുഷ്യർ ആ മൗണ്ടെയിനിൽ പോലും, അത്രയും ഹൈ ലെവലിൽ പോലും മനുഷ്യർ എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് മനുഷ്യൻ എല്ലായിടത്തും അവൻ്റെ കാൽപ്പാടുകൾ പതിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബട്ട് ദേ വൈൽ ദെയർ കമ്പാനിയൻസ് ലെഫ്റ്റ് വെയർ ടോയിലിംഗ് അപ്വേർഡ് ഇൻ ദ. അപ്പോൾ ഒരുപാട് ഉയരങ്ങളിലെത്തിയ ആൾക്കാർ അവിടെ എത്തിച്ചേർന്നത് എന്താണ്? പെട്ടെന്നല്ല, അല്ലെങ്കിൽ ഒറ്റയടിക്കല്ല, ഒരു സഡൻ ഫ്ലൈറ്റിലല്ല അവർ എന്ത് ചെയ്തത്? ഒറ്റയടിക്ക് ചാടി അവിടെ എത്തുകയല്ല ചെയ്തത്. അവരെങ്ങനെ ചെയ്തത്? വൈൽ ദെയർ കമ്പാനിയൻസ് ലെഫ്റ്റ്, അവരുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർ, നമ്മൾ ഉൾപ്പെടുന്ന ആൾക്കാർ അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വിശ്രമിക്കുന്ന സമയങ്ങളിൽ പോലും അവരെന്ത് ചെയ്യണം? വെയർ ടോയിലിംഗ് അപ്വേർഡ് ഇൻ ദ നൈറ്റ്. രാത്രിയെ പകലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. ഇവിടെ ഹാർഡ് വർക്കിൻ്റെ മഹത്വം അല്ലേ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഐഡൻറ്റിഫൈ ദ ഇമേജസ് ഓഫ് സക്സസസ് ഫ്രം ദെയർ ലൈൻസ്. എന്തൊക്കെയാണ് തന്നെ ഇമേജസ്? ഡിസ്റ്റൻറ്റ് മൗണ്ടെയിൻ, സോളിഡ് ബാസ്റ്റൻ ഓഫ് ദ സ്കൈസ് അല്ലേ, എന്താണ്? ദൂരെയുള്ള മൗണ്ടെയിൻസ്, പിന്നെന്താണ്? കോട്ട പോലെയുള്ള ആകാശങ്ങൾ അല്ലേ. രണ്ടാമത്തെ, വിച്ച് ലൈൻസ് ടെൽ യു ദാറ്റ് സക്സസ് ഈസ് നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ്. ഇതിൽ ഏത് ലൈൻസാണ് നിങ്ങളോട് പറയുന്നത് പെട്ടെന്നല്ല എന്ത് ചെയ്യുന്നത് സക്സസ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ഏതാണ്? ദ ഹയസ്റ്റ് ഗ്രേറ്റ് മെൻ റീച്ച്ഡ് ആൻഡ് കെപ്റ്റ് വെയർ നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ്. ഉയർത്തിലെത്തിയ മനുഷ്യർ പെട്ടെന്നല്ല എന്ത് ചെയ്തത്? അവിടേക്ക് എത്തിച്ചേർന്നത് എന്ന ലൈനാണ് ഇതിൽ
തരുന്നത് അല്ലേ. ദ ഹയസ്റ്റ് ബൈ ഗ്രേറ്റ് മാൻ റീച്ച്ഡ് ആൻഡ് കെപ്റ്റ് വെയർ നോട്ട് അറ്റൻഡഡ് ബൈ സഡൻ ഫ്ലൈറ്റ്. അതാണ് ആൻസർ. 8th ക്വസ്റ്റ്യൻ, വാട്ട് മേക്ക് ഗ്രേറ്റ് മെൻ ഡിഫറെൻറ്റ് ഫ്രം ദെയർ കമ്പാനിയൻസ്. ഗ്രേറ്റ് മാൻ അതായത് ഉയരങ്ങളിൽ എത്തിയവർ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെടുന്നത്? വൈൽ ദെയർ കമ്പാനിയൻസ് സ്ലെപ്റ്റ് ദേ വെയർ ടോയിലിംഗ് അപ്വേർഡ് ഇൻ ദ നൈറ്റ്. അവരെങ്ങനെയാണ് അവരുടെ കമ്പാനിയൻസൊക്കെ ഉറങ്ങുമ്പോൾ അല്ലെ അവരുടെ കൂടെയുള്ള മറ്റുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ അവരെന്താണ് രാത്രിയെ പകലാക്കിക്കൊണ്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ഐഡൻറ്റിഫൈ ദ റൈമിംഗ് സ്കീം ഫോളോഡ് ഇൻ ദ ഗിവൺ. ഇല്ല റൈമിംഗ് സ്കീം ഏതാണെന്നാണ് ചോദിച്ചത്, എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, അപ്പർ അപ്പിയർ അല്ലേ, എങ്ങനെ വരുന്നത്? എ ബി, ഒന്നാമത്തെ ലൈനിലും മൂന്നാമത്തെ ലൈനിലും അല്ലേ. അടുത്തത് എന്താണ്? അങ്ങനെയാണ് വരുന്നത്. എ ബി എന്നാണ് വരുന്നത്. എ ബി, സ്കൈസ് റൈസ് അല്ലേ. എയും ബിയും അപ്പം എ ബി എന്നാണ് വരുന്നത്. എ ബി അല്ലേ, എ ബി എന്നാണ്. അപ്പർ അപ്പിയർ അല്ലേ, എ. അടുത്തത് സ്കൈസ് റൈസ്, രണ്ടാമത്തെ ലൈനും മൂന്നാമത്തെ ലൈനും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ ബി എന്നാണ്. ഇതാണ് എൻ്റെ റൈമിംഗ് സ്കീം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ലൈൻസ് ഫ്രം ദ സോങ് ലെറ്റ് ഇറ്റ് ഗോ. ലെറ്റ് ഇറ്റ് ഗോ എന്നാണ് സോങ്ങിൽ എന്താണ് കുറച്ച് ലൈൻസാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രിപ്പയർ ആൻഡ് അപ്രിസിയേഷൻ ഫോക്കസിങ് ഓൺ ഇസ് തീം ആൻഡ് ലിറ്ററസി റിവൈസ്. ഇതിനെക്കുറിച്ച് നിങ്ങളൊരു അപ്രിസിയേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് ലെറ്റ് ദം ഇൻ, ഡോണ്ട് ലെറ്റ് ദം സീ. ബി ദ ഗുഡ് ഗേൾ യു ഓൾവേസ് ഹാവ് ടു ബി. കൺസീൽ, ഡോണ്ട് ഫീൽ, ഡോണ്ട് ലെറ്റ് ദം നോ. വെൽ നൗ ദേ നോ. എന്താ പറയുന്നത്? അവരെ അകത്തേക്ക് കിടക്കാൻ. ഡോണ്ട് ലെറ്റ് ദം ഇൻ, ഡോണ്ട് ലെറ്റ് ദം സീ. അവരെ അകത്തേക്ക് കിടക്കാൻ അനുവദിക്കരുത്, അവരെ കാണാൻ അനുവദിക്കരുത്. കൺസിൽ, ഡോണ്ട് ഫീൽ, ഡോണ്ട് ലെറ്റ് ദം നോ. വെൽ നൗ ദേ നോ. നല്ല പെൺകുട്ടി ആയിരിക്കുക. ബി ദ ഗുഡ് ഗേൾ, നല്ല പെൺകുട്ടി ആയിരിക്കുക നിങ്ങൾ എല്ലായ്പ്പോഴും. അങ്ങനെ ആയിരിക്കുക, ഉള്ളിലൊതുക്കുക, ഒന്നും തോന്നരുത്, അവരൊന്നും അറിയരുത്. വെൽ നൗ ദേ നോ, നന്നായി, ഇപ്പോൾ അവർ അറിയുന്നു. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. ക്യാൻ ഹോൾഡ് ഇറ്റ് ബാക്ക് എനി മോർ. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. ടേൺ അവേ ആൻഡ് സ്ലാം ദ ഡോർ. അപ്പോൾ എന്താ പറയണേ? അത് പോകട്ടെ. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. ക്യാൻ ഹോൾഡ് ബാക്ക് എനിമോർ, എന്താണ്? ഇനി അത് പിടിച്ച് നിർത്താനാവില്ല. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. അത് പോകട്ടെ. ടേൺ അവേ ആൻഡ് സ്ലാം ദ ഡോർ, തിരിഞ്ഞ് വാതിൽ അടയ്ക്കുക. ഐ ഡോണ്ട് കെയർ വാട്ട് ദേ ആർ ഗോയിങ് ടു സേ. ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ. ദ കോൾഡ് നെവർ ബോതേർഡ് മീ എനിവേ. അവർ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഞാൻ കാര്യം ആക്കുന്നില്ല. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കട്ടെ, തണുപ്പ് എന്തായാലും എന്നെ അലട്ടില്ല. കുറച്ചു ദൂരം എല്ലാറ്റിനെയും ചെറുതാക്കി മാറ്റുന്നു എന്നത് രസകരമാണ് അല്ലേ. ദ കോൾഡ് നെവർ ബോതേർഡ് മീ എനിവേ. അപ്പോൾ ഈ പോയത്തിന് അപ്രിസിയേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതണമെന്ന് നമുക്ക് നോക്കാം. അപ്രിസിയേഷൻ നോക്കാം. ലെറ്റ് ഇറ്റ് ഗോ ഫ്രം ഡിസ്നി മൂവി ഫ്രോസൺ ഇസ് എംപവറിംഗ് ആൻഡ് mesmerizing song that has captivated audience worldwide. The song composition crafted by Christian Anderson Lopez and Robert Lopez is masterpiece in building energy and emotion. The soaring melody coupled with the clever use of harmonious creates a sense of liberation and freedom. Idini Kim Mansell's powerful vocals convey the complexity of Elsa's feelings and her emotional journey. അപ്പോൾ ഈ പാട്ടിൽ എന്താണ് രണ്ട് പിരിമുറുക്കം സൃഷ്ടിക്കുന്നതോ മാറ്റത്തിനോ വൈവിധ്യത്തിനോ വേണ്ടി ചേർക്കുന്ന ഒരു സംഭവങ്ങളാണ് അല്ലേ. ഇതിൻ്റെ അപ്രിസിയേഷൻ എഴുതാനാണ് പറയുന്നത്. ഇതിൻ്റെ ആശയവും ഇതിലെ ലിറിക്സിൻ്റെ പ്രത്യേകതകളും ഇത് എഴുതിയത് ആരാണ് അതൊക്കെയാണ് ആദ്യം എഴുതേണ്ടത്. The lyrics skillfully levels Elsa's backstory, emotional struggles and ultimate self-acceptance. The narrative depth make the strong, relatable and impactful. Let It Go explores the theme of self-discovery, empowerment and the struggle go conceal one's true nature. The strong emotional authority creates a lasting connection with the listeners. The song is rich in sensory images, painting vivid pictures in the listener's mind. The visual image like the snow glows white on the mountain tonight and auditory image, wind is howling, slam the door, etc. make the song appealing to the listeners. Let It Go is a metaphor the realizing her secrets and embracing her true self. The song employs metaphors to convey Elsa's emotions and experiences. The cold never bothered me anyway conveys Elsa's emotional
numbness or to the cold. Two alliterations looks like swirling storm, good girl and frozen fractals etc. അപ്പോൾ ഇതിലെ അലിട്രേഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ആഡ് ടു ദ സോങ്സ് മ്യൂസിക് റിതംസ് ആൻഡ് സിമ്പിൾസ് ലൈക്ക് നൗ ഐസ് ആൻഡ് കോൾഡ് റെപ്രസെൻറ്റ് എൽസാസ് ഇമോഷണൽ സ്റ്റേറ്റ്. The repetition of the phrases like I let it go and don't care emphasize Elsa's determination and growing confidence. The poetic crafts contribute to the song's emotional impact, musical quality and timeless appeals. അപ്പോൾ ഇതാണ് അപ്രിസിയേഷനായിട്ട് എഴുതേണ്ടത്. അതായത് ആ കുട്ടിയുടെ ഒരു ഫീലിങ്സും അവളുടെ ഇമോഷണൽ ജേണിയാണ് അതിനെക്കുറിച്ച് പറയുന്നത് അല്ലേ. അപ്പോൾ അതേക്കുറിച്ച് ഇത് എഴുതാനാണ് എഴുതുന്നത്. റോബർട്ട് ലോപ്പസിൻ്റെയാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതുക. കൊടുത്തിരിക്കുന്നത് ഒരു പാസേജാണ്, വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞത്. ആർ ബേർഡ്സ് ആൻഡ് റാബിറ്റ്സ് ഈറ്റിംഗ് ദ പ്ലാന്റ്സ് ഇൻ യുവർ ഗാർഡൻ? ഹൗ ക്യാൻ യു കീപ് ദം അവേ? യു മൈറ്റ് വാണ്ട് ടു ട്രൈ സ്കെയർക്രോ. People all over the world of scarecrows. Scarecrows protect fields and gardens. Scarecrows have been used for very long time. Some scarecrows look like a people. A scarecrow body can be made from old clothes stuffed with a straw or leaves. A scarecrow head can be made from a pillowcase, a bucket or plastic bottle. No two scarecrows look just the same, but not all scarecrows look like people. Some scarecrows just make noise. Tins, cans, pipe pans or sticks can be banged together in the wind and scare away crows and other birds. In some countries the scarecrows are real people. In fact, years ago children did this job. They waved their arms, clapped piece of wood together. These scarecrows worked hard to keep the birds away. ഇത് സ്കെയർക്രോസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഈ പാരഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വൈ ഡു പീപ്പിൾ മേക്ക് സ്കെയർക്രോ? പീപ്പിൾ മേക്ക് സ്കെയർക്രോ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദെയർ ഫീൽഡ് ആൻഡ് ഗാർഡൻ ഫ്രം ബേർഡ്സ് ആൻഡ് റാബിറ്റ് അല്ലേ. ബേർഡ്സിൽ നിന്നും റാബിറ്റിൽ നിന്നും ഗാർഡനിലെ ഇത് അല്ലേ. പീപ്പിൾ മേക്ക് സ്കെയർക്രോ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദെയർ ഫീൽഡ് ആൻഡ് ഗാർഡൻ ഫ്രം ബേർഡ്സ് ആൻഡ് റാബിറ്റ്. ബേർഡ്സിൽ നിന്നും റാബിറ്റിൽ നിന്നും എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീൽഡിനെയും ഗാർഡൻസിനെയും. വാട്ട് ആർ ദ മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് സ്കെയർക്രോ? A scarecrow can be made using old clothes, straw, pillowcase, bucket or plastic bottle. എന്തെങ്കിലും വെച്ചിട്ട് സ്കെയർക്രോനെ ഉണ്ടാക്കുക? ഓൾഡ് ക്ലോത്ത്, പഴയ തുണി, സ്ട്രോ, പില്ലോ കേസ്, ബക്കറ്റ്, പ്ലാസ്റ്റിക് ബോട്ടിൽ, ഇതൊക്കെ വെച്ചിട്ടാണ് സ്കെയർക്രോനെ ഉണ്ടാക്കുക. ഇൻ യുവർ ഒപ്പീനിയൻ വിച്ച് ടൈപ്പ് ഓഫ് സ്കെയർക്രോ മോർ എഫക്റ്റീവ് ഇൻ സ്കെയറിംഗ് ബേർഡ്സ് അവേ? വൈ? ഈ അതിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് സ്കെയർക്രോ വയ്ക്കണമായിരിക്കും നിങ്ങൾക്ക്? എ സ്കെയർക്രോ ദാറ്റ് മേക്ക് നോയ്സ് ഇസ് മോർ എഫക്റ്റീവ് ഇസ് സ്കെയറിംഗ് ബേർഡ്സ്. The tins, cans, pipe and sticks attached to be banged together in the wind and scare the crows away. സൗണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും എഫക്റ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, no two scarecrows look just the same. Why? Scarecrow differ from person to person because they are made by different people. Scarecrow different ആയിരിക്കും അല്ലേ ഓരോരുത്തരുടെയും, കാരണം ഡിഫറെൻറ്റ് പീപ്പിൾസ് ഉണ്ടാക്കുന്നതാണ്. ബിസൈഡ്സ് ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസ് ആർ യൂസ്ഡ് ടു മേക്ക് ദം. Next question. Prepare a podcast featuring an eminent personality of your choice to be presented on your school radio. നിങ്ങളുടെ സ്കൂൾ റേഡിയോയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു എമിനൻറ്റ് പേഴ്സണാലിറ്റിയെ നിങ്ങൾ പോഡ്കാസ്റ്റ് ഫീച്ചറിങ്ങിൽ പ്രിപ്പയർ ചെയ്യുക. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്കൂൾ ദ ആർട്ട് ഓഫ് കോമഡി ആൻഡ് ഹ്യൂമാനിറ്റി, എ കോൺവെർസേഷൻ വിത്ത് ചാർലി ചാപ്ലിൻ. Hello everyone, welcome to Timeless Tales. I am Sona. Today we have the legendary Charlie Chaplin joining us. A hearty welcome to Mr. Charlie Chaplin. നമ്മൾ കോൺവെർസേഷനൊക്കെ ഇങ്ങനെ റേഡിയോയിലൊക്കെ ഇങ്ങനെ നമ്മൾ പ്രശസ്തരായ ആൾക്കാരെ വിളിച്ച് നടത്തുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ അവരോട് സംസാരിക്കുന്ന രീതിയിൽ. സർ, ഇറ്റ്സ് ആൻ ഹോണർ ടു ഹാവ് യു ഓൺ ദ ഷോ. ചാർലി ചാപ്ലിൻ. താങ്ക് യു സോന, ഇറ്റ്സ് എ പ്ലഷർ ടു ബി ഹിയർ. ചാർലി ചാപ്ലിനായിട്ടാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഇതാണ് എഴുതേണ്ടത്. സോന, കുഡ് യു പ്ലീസ് ഷെയർ എ ഫ്യൂ മെമ്മറീസ് യുവർ ഐക്കോണിക് ക്യാരക്ടർ ദ ലിറ്റിൽ ട്രാമ്പ്? Charlie Chaplin. Yes, the tramp. He was born from my own experience as a poor child in London. The tramp's antics and character were a reflection of my own life. അത് ഈ ട്രാമ്പ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എന്താണ്, എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. സോന,
Your films often tackled social issues like poverty, inequality and politics. How did you balance comedy with the commentary? നിങ്ങൾ എങ്ങനെയാണ് ഇതിന് രണ്ടിനെയും ബാലൻസ് ചെയ്ത് പോകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനെ? കോമഡിയും, അതായത് നിങ്ങളുടെ എല്ലാ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അത് സോഷ്യൽ ഇഷ്യൂസ്, അതായത് പോവർട്ടി, ഇനീക്വാലിറ്റി, പൊളിറ്റിക്സ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഹൗ ഡിഡ് യു ബാലൻസ് കോമഡി വിത്ത് ദ കോമൻ്ററി? ചാർലി ചാപ്ലിൻ. കോമഡി ഈസ് ആൻ എക്സലൻറ്റ് വെഹിക്കിൾ ഫോർ സോഷ്യൽ കമൻ്ററി. സോഷ്യൽ കമൻ്ററിക്ക് ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള വഴിയാണ് കോമഡി എന്ന് പറയുന്നത്. ബൈ മേക്കിംഗ് പീപ്പിൾ ലാഫ് യു ക്യാൻ ഓൾസോ മേക്ക് ദം തിങ്ക്. ചിരിക്കുന്നതോടൊപ്പം ചിന്തിപ്പിക്കാനും നമുക്ക് കഴിയും. സോന, യു വെയർ പൈനിയർ ഇൻ റിറ്റിൻ ഡയറക്റ്റിംഗ് സ്റ്റാർട്ടിംഗ് ഇൻ യുവർ ഓൺ ഫിലിം. വാട്ട് ഡ്രോവ് യുവർ ക്രിയേറ്റീവ് വിഷൻ? ചാർലി ചാപ്ലിൻ. ഐ വാണ്ട് ടു എൻഷുർ ദാറ്റ് മൈ വിഷൻ വാസ് uncompromised. Writing, directing and acting allowed to me maintaining creative control and bring my unique perspective to the screen. Sona, how did you navigate the challenges of fame? Charlie Chaplin. Fame is a double-edged sword. While it brought me opportunity, it is also invited criticism. So now, as we conclude, what advice you would give to aspiring artists and comedians? Charlie Chaplin. Be true yourself, never lose sight of humanity. Comedy is not just about laughter, it is also about empathy and understanding. Sona, thank you for you sharing your insights and wisdom that you with us today. Charlie Chaplin. It's my pleasure. Thank you, Sona. That's all for today's episode. I hope Charlie Chaplin Agency continues to inspire generation. Join us next time on Timeless Tales for more conversation with legendary figures. This is Sona signing off. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും അല്ലേ, റേഡിയോയിലൊക്കെ റേഡിയോ ജോക്കി സംസാരിക്കുന്നത്, ഒരു പ്രശസ്തനായ ഒരാളോട് സംസാരിക്കുന്ന രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു കോൺവെർസേഷൻ പോലത്തെ ഇത് കമൻ്ററി ബ്രോഡ്കാസ്റ്റിംഗ് ഇത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരാളുടെ നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ്, ഇന്ന മെൽഫ ഇൻ ഹെർ മെമ്മയർ ദ ടോയ്ലറ്റ് shares her encounter with Madam's dog. She was very much frightened and downhearted after the incident. She jotted down her feeling in her diary. ഇതിവിടെ ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറി ഇങ്ങനെ എഴുതാൻ നോക്കാം. ഡേയും ഡേറ്റും മന്ത് ഇടുക. What a horrible day. I feared those dogs would tear me into pieces. I thought I would not notice by Madam, but the dogs sniffed me out and barked at her that I was waiting to talk my sister at me. Hearing the barking sound, Madam came to see what was going on. Told her that I was waiting to talk my sister. Anyway, she didn't make out the way staying there, but when my sister came, she was shocked to hear about the incident. She got angry with me for not waiting for her to enter the premises. She was worried that she would lose her job, but I was more worried about my life. How long could I live like this? I just wanted to howl like a dog. How I wished somebody would come and be my friend and tell me that I was not useless and that my sister did not hate me and tell me that one day I would have a nice place to live. Oh God, please help me. ഇത് എന്താണ്, അവൾ എന്താണ്, സഹോദരി തിരിച്ചു വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി ആരും ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ എന്താ അവരുടെ മുറി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് അവളുടെ മുറിയുടെ മുന്നിലിരിക്കുമ്പോൾ നായ്ക്കൾ മണം പിടിച്ച് കണ്ടുപിടിക്കുന്നത് വരെ അവൾ എന്ത് ചെയ്യുമായിരുന്നു, ഡ്രം മാഗസിൻ്റെ ഒരു കോപ്പി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ട് നായ്ക്കൾ പരസ്പരം തുടർന്ന് കളിച്ചുകൊണ്ട് അവൾ ഇരിക്കുന്നിടത്തേക്ക് വരുവാൻ തുടങ്ങി. അപ്പോൾ അവൾ പേടിച്ചു, അവളെ എന്താണ് കടിച്ച് കീറി പീസസ് ആക്കുമെന്ന് അവൾ പേടിച്ചു. പെട്ടെന്ന് തന്നെ അവർ എന്താണ് തുറച്ചു നോക്കിയ ശേഷം എന്താണ് കുറയ്ക്കാൻ തുടങ്ങി. അവളൊരു വിനലിൽ അനക്കിയാൽ പോലും എന്ത് ചെയ്യും, എന്നെ കടിച്ചു കീറി കഷ്ണങ്ങളാക്കുമെന്ന് അവൾക്ക് ഉറപ്പ് ആയിരുന്നു. അവളുടെ ഹൃദയം എന്താണ് നന്നായി ശക്തമായിട്ട് ഇടിക്കാനും വായ കടലാസ് പോലെ ഉണങ്ങി വരണ്ടു പോവുകയൊക്കെ ചെയ്തെങ്കിലും അവയെ നോക്കാൻ പോലും ശ്രമിക്കാതെ അവൾ നിശ്ചയമായിട്ടിരുന്നു. അപ്പോൾ പട്ടിയുടെ കുറേയൊക്കെ ഉപരിയായിട്ട് മാഡത്തിൻ്റെ ഉച്ചയിലുള്ള ശബ്ദം ഉറക്കം അവൾ കേൾക്കുകയാണ്. പിന്നെ അവൾ പറയാം എന്താണ് നായ്ക്കൾ കടിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവളുടെ സിസ്റ്റർ എന്തായിരുന്നു, അവളുടെ ഭയങ്കര വറീഡായിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതുക, അവൾ നന്നായി പേടിച്ചതിനെക്കുറിച്ചൊക്കെ എഴുതുക. അപ്പോൾ ഇതാണ് ഡയറിയിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനുള്ളതാണ്. ദ അൺപാരലൽഡ് എഫിഷ്യൻസി ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽസ് ഓഫ് ദ ഡബാലസ് ഹാവ് ഏൺഡ് ദം വേൾഡ് വൈഡ് റെക്കഗ്നേഷൻ. എ റിപ്പോർട്ടർ ഫ്രം ദ ലീഡിംഗ് ഡെയിലി ഇൻ്റർവ്യൂഡ് ദ സെക്രട്ടറി ഓഫ് ദ ദബാല അസോസിയേഷൻ പ്രിപ്പയർഡ് എ ന്യൂസ് റിപ്പോർട്ട്. പ്രിപ്പയർ ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. ഇങ്ങനെയാണ് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക. ഒരു ഹെഡിങ് വേണം, വേൾഡ് വൈഡ് റെക്കഗ്നേഷൻ ഫോർ
ദാബാലാസ്. പിന്നെ എവിടെയാണെന്ന് വേണം. Mumbai, 11 January 2005. In the magnetic city of Mumbai, which draws peoples from all over India, the soaring cost of living has made it increasingly difficult for individuals to afford meals from downtown eateries. Here, the unique service of Dabbalas has stood the test of time. Services of Dabbala are essential in the city of Mumbai. An old Parsi lady whose husband worked in the commercial heart of Mumbai sought the help of Dabbala to get tiffin carrier across her husband. From this humble beginning, this self-made Indian organization has gone into huge network of about 5,000 Dabbalas and 2 lakh customers. Their incredible efficiency has won the admiration of international business schools and even of Prince Charles to England. They follow a difficult system full of challenges. The tiffin carriers are sorted out of office wise, the stacked cracked and trays. The laden trays were to different changing points through tray. There are alphanumerical markings on every tiffin carrier and they indicate the location of the flight, delivery points, changing points and Dabbalas involved. They have a regular time to collect from the customers and return the empty tiffin boxes to from them. For the smooth and efficient running of system, rigorous training given to the workers. The Dabbalas are quite reliable and their service are really excellent. They meet the needs of city's diverse population effectively by delivering hot home cooked meals to their customers. അല്ലേ മുംബൈ നഗരത്തിൽ എന്താണ് ഭക്ഷണ വിതരണം നടത്തുന്ന സംഘത്തിലെ അല്ലേ അതാണ് എന്ത് ഡബ്ബാവാലകൾ എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കിയേക്കുന്നത്. Next, write a short profile on John Edward Mansfield based on the following hints. ആരെക്കുറിച്ചാണ് പ്രൊഫൈൽ എഴുതാൻ പറയുന്നത്? ജോൺ എഡ്വേർഡ് മാസ്ഫീൽഡിനെ കുറിച്ചാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. ബോൺ 1 June 1878, ലെഡ്ബറി, ഹെർഫോർഡ്ഷയർ, ഇംഗ്ലണ്ട്. ഒക്യുപ്പേഷൻ പോയിറ്റ് ആൻഡ് റൈറ്റർ. പോയറ്റ് ലിറ്ററേച്ചർ 1930-67. മേജർ വർക്ക്സ് ദ മിഡ് നൈറ്റ് ഫോക്ക്, ദ ബോക്സ് ഡിലൈറ്റ്സ്, ദ എവർലാസ്റ്റിംഗ്, മേഴ്സി, സീ ഫീവർ, സാഡ്ഹാർഡ്, ഒഡറ്റ ആൻഡ് ബാസിലിസ. അവാർഡുകൾ ദ ഓർഡർ ഓഫ് മെറിറ്റ്. ഡൈഡ് May 12, 1967 നിയർ അബിംഗ്ടൺ, ബെർക്ക്ഷയർ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രൊഫൈൽ എഴുതാൻ. അപ്പോൾ ഈ ഹിൻറ്റുകളൊക്കെ വെച്ചിട്ട് ജോൺ മാസ്ഫീൽഡ് എന്നാണ് 1878 to 1967. അപ്പോൾ പ്രൊഫൈൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജോൺ എഡ്വേർഡ് മാസ്ഫീൽഡ്, ദ പോയറ്റ് ആൻഡ് ദ റൈറ്റർ, വാസ് ബോൺ ഓൺ 1 June 1878, Ledbury, Hertfordshire in England. He was the poet laureate of Britain from 1930 to 1967. His notable works include The Midnight of Fog, The Box Delights, The Everlasting Mercy, Sea Fever, Sad, Harder, Odetta, Basilissa, etc. He was awarded the Order of Merit in 1935. He died on May 12, 1967 near Abingdon in Berkshire. ഇത്രയും വെച്ചിട്ട് നിങ്ങൾ എന്ത് ഈ ഹിൻറ്റുകൾ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഫൈൽ തയ്യാറാക്കാം. നെക്സ്റ്റ്, സെൽമ ലാഗർലോഫ്, the renowned Swedish author, became the first woman to the Nobel Prize in Literature. എന്താണ് ലിറ്ററേച്ചറിൽ ഫസ്റ്റ് നോബൽ പ്രൈസ് കിട്ടിയ വനിതയാണ് ആരെന്ന് പറയുന്നത്? സെൽമ ലാഗർലോഫ്. അപ്പം ഇമെയിൽ കൺഗ്രാജുലേറ്റിംഗ് ഹർ ഓൺ ഹർ അച്ചീവ്മെൻറ്റ്, അവരുടെ അച്ചീവ്മെൻറ്റ്സിൽ എന്താണ് അവർക്ക് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇമെയിൽ അയക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ടൂവും വേണം, സബ്ജക്റ്റും വേണം. സബ്ജക്റ്റ് എന്താണ്, ആർക്കാണ് അയക്കുന്നത്? ടു selma@gmail.com. വാംസ് ടു കൺഗ്രാജുലേഷൻ ഓൺ യുവർ റിസീവിംഗ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അതാണ് നിങ്ങളുടെ സബ്ജക്റ്റ്. അപ്പോൾ ടൂവും സബ്ജക്റ്റും വേണം. എന്നിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് വിത്ത് എൻ ഇമ്മൻസ് പ്ലഷർ ദാറ്റ് ഐ റൈറ്റ് ടു എക്സ്റ്റെൻഡ് മൈ ഹാർട്ട് ഫെൽറ്റ് കൺഗ്രാജുലേഷൻ ടു യു ഓൺ ബിക്കം ദ ഫസ്റ്റ് വുമൺ ടു റിസീവ് ദ പ്രസ്റ്റീജിയസ് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ എന്താണ്, നോബൽ പ്രൈസ് കിട്ടിയതിൽ വളരെയധികം പ്രൗഡാണ് അല്ലെങ്കിൽ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞ് എഴുതുക. ദിസ് റിമാർക്കബിൾ അച്ചീവ്മെൻറ്റ് ഈസ് എ ടെസ്റ്റ്മെൻറ്റ് ഓഫ് യുവർ ഔട്ട്സ്റ്റാൻഡിംഗ് ലിറ്ററസി contribution, your unwearying dedication to the world of words. Your writing has not only enriched the literacy landscape but has also inspired generation of writers and readers alike. You have truly set a shining example and your legacy will continue to inspire and empower women in literature. I wish you continued success, creative fulfillment and joy your future endeavors. Sincerely, Neil.
അപ്പോൾ ഇങ്ങനെയാണ് എന്ത് എഴുതേണ്ടത്, ഇമെയിൽ എഴുതണം. അവരെ കൺഗ്രാജുലേറ്റ് ചെയ്ത്, അവർ ലിറ്ററേച്ചറിൽ ആദ്യത്തെ നോബൽ പ്രൈസ് വാങ്ങിച്ചാളണം. അപ്പോൾ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇമെയിൽ. നെക്സ്റ്റ്, സ്റ്റഡി ദ ഫോളോയിങ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. എന്താണ് ഇവിടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അഡ്മിഷൻ നോട്ടീസ് ഫോർ നൈറ്റിംഗേൽ സ്കൂൾ ഓഫ് നഴ്സിംഗ്, ടാറ്റ മെയിൻ ഹോസ്പിറ്റൽ. അവിടെ കോഴ്സസുകൾ പറഞ്ഞിട്ടുണ്ട്, റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏജ് ക്വാളിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടേബിൾ നോക്കുക, ആരൊക്കെയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത് നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണെന്ന് പറയാം. ഓഫ് ദ 5 applicants ദോസ് മാരിറ്റൽ സ്റ്റാറ്റസ് ഇസ് ഡിസ്ക്വാളിഫിക്കേഷൻ. ഇതിൽ മാരിറ്റൽ ഇത് നോക്കുമ്പോൾ ആരാണ് ഇതിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത്, ആരാണ്? ഷെറിബാസ് മാരിറ്റൽ സ്റ്റാറ്റസ് ഇസ് എ ഡിസ്ക്വാളിഫിക്കേഷൻ. ആരാണ്? ഷെറിബയാണ്. ഇനി ഷെറിബാസ് ആപ്ലിക്കേഷൻ വിൽ ബി റിജക്റ്റഡ് ബൈ. ഷെറിബയുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? ഷെറിബാസ് ആപ്ലിക്കേഷൻ വിൽ ബി റിജക്റ്റഡ് ബിക്കോസ് ദ അഡ്മിഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു അൺമാരിഡ് ഗേൾസ് ഓൺലി. ഓൾസോ ഷി ഹാസ് ഓൺലി ക്ലാസ് 10 ക്വാളിഫിക്കേഷൻ. എന്താണ്? ഒന്ന് അൺമാരീഡ് ആയിട്ടുള്ള ഗേൾസിന് മാത്രമേ അത് പറ്റുള്ളൂ. പിന്നെ എന്താണ്? 10th കഴിഞ്ഞിരിക്കണം അല്ലേ, അവർക്ക് എന്താണ്, അവർ 10th ക്വാളിഫിക്കേഷനേ ഉള്ളൂ. 10th മുകളിൽ എന്ത് വേണം? ക്വാളിഫിക്കേഷൻ വേണം. ഈസ് ഗീത എലിജിബിൾ ടു ഗെറ്റ് അഡ്മിഷൻ ബൈ. ഗീത എലിജിബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗീത എലിജിബിൾ ആണോ? ഗീതയുടെ തന്നിട്ടുണ്ട്. എന്താണ്? ഗീത ഈസ് നോട്ട് എലിജിബിൾ ടു ഗെറ്റ് അഡ്മിഷൻ, ഷീ ഈസ് ഓൾറെഡി 28 years. അവിടെ ഏജും പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഈസ് എബോവ് ദ ഏജ് ലിമിറ്റ് റിക്വയർഡ് ഫോർ അഡ്മിഷൻ. ഏജിന് എന്താണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ 28 ആണ്. 28 എന്ന് പറയുന്നത് എന്താണ്? 18 to 25 വയസ്സ് വരെ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഏജ് ലിമിറ്റ് കൂടുതലാണ് അല്ലേ, ഏജ് കൂടുതലാണ്. സർലാദേവീസ് ആപ്ലിക്കേഷൻ വിൽ നോട്ട് ബി അക്സെപ്റ്റഡ്. വൈ? സർലാദേവിയുടെ അക്സെപ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ടാണ്? സർലാദേവി ആപ്ലിക്കേഷൻ വിൽ നോട്ട് അക്സെപ്റ്റഡ് ബിക്കോസ് ഷീ ഈസ് ഓൺലി 17 years വിച്ച് ഈസ് ബിലോ ദ റിക്വയർഡ് ഏജ് ലിമിറ്റ്. 18 ആണ് വരേണ്ടത്, അവർക്ക് 17 ഉള്ളൂ. അപ്പോൾ അവളുടെയും റിജക്റ്റ് ചെയ്തു. വാട്ട് ഈസ് ദ റീസൺ ഫോർ റിജക്റ്റിംഗ് ലിസീസ് ആപ്ലിക്കേഷൻ? ലിസിയുടെ റിജക്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്തായിരിക്കും? ദ ഏജ് ലിമിറ്റ് 18 to 25 ബട്ട് ലിസി ഈസ് 26 years ഓൾഡ്. ഏജ് ലിമിറ്റ് 18 to 25 ആണ്, പക്ഷേ ലിസിക്ക് 26 ആണ്. അതുകൊണ്ടാണ് അവളുടെ ക്യാൻസൽ ചെയ്യാനുണ്ടായ കാരണം. നെക്സ്റ്റ്, എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. താഴെയുള്ള പാസേജ് വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഈവൻ സെലിബ്രിറ്റീസ് ഹു ഹാഡ് ഹേർഡ് അബൌട്ട് ഹിം വാസ് അല്ല വേണ്ടത്, ഹിം വെയർ ഈഗർ ടു മീറ്റ് ഹിം ഇൻ എ പേഴ്സൺ. ഗാന്ധിജി അഡ്രസ്ഡ് വുമൻസ് ഇന്ത്യസ് കൗൺസിൽ അറ്റ് എന്നാണ് വന്നിരിക്കുന്നത്, അറ്റല്ല, ഇൻ മോർലി കോളേജ് ഹാൾ. അറ്റ് ദിസ് മീറ്റിംഗ് ഗാന്ധിജി took the opportunity. കറക്റ്റിംഗ് ഓഫ് അല്ല, ഓഫ് കറക്റ്റിംഗ് ആണ് വേണ്ടത്, ഓഫ് കറക്റ്റിംഗ് വേരിയസ് നോഷൻസ് അബൌട്ട് ദ വുമൺ ഓഫ് ഇന്ത്യ. ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ പാസേജ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഫ്രേസൽ വെർബ്സ് സ്യൂട്ടബിൾ ആയിട്ട് ചേർക്കാനാണ് പറഞ്ഞത്. ആസ് യൂഷ്വൽ ബെത്തനി ഡാഷ് വോർ ഹെർ സർഫിംഗ് സ്യൂട്ട്. എന്താ അവിടെ വേണ്ടത്? അവളെന്താണ്? പുട്ടോൺ അല്ലേ, അവിടെ ഏതാ വേണ്ടത്? പുട്ടോൺ ആണ് വേണ്ടത്. സർഫിംഗ് സ്യൂട്ട് ആൻഡ് ഡാഷ് സ്റ്റാർട്ടഡ് ടു ജോയിൻ ഹെർ സർഫ് ടീം ഇൻ ദ ബീച്ച്. അവിടെ എന്താ വേണ്ടത്? സെറ്റ് ഔട്ട് ആൻഡ് സെറ്റ് ഔട്ടാണ്. ഓൺ ദ വേ ഷീസ് ഡാഷ് മെറ്റ് ബൈറോൺ ആൻഡ് ഹോൾട്ട്. അവൾ എന്ത് ചെയ്തു? കെയിം എക്രോസ്. എന്താ വേണ്ടത്? കെയിം എക്രോസ് ആണ് വേണ്ടത്. ഷീ വാസ് റിലാക്സിങ് ഓൺ ദ സർഫ് ബോർഡ് വെയിറ്റിംഗ് ഫോർ എ വേവ് ബിഫോർ ഷീ കുഡ് നോട്ട്. എന്താണ്? ഡിയുടെ എവിടെ എന്തായിരിക്കും വേണ്ടത്? മേക്ക് ഔട്ട്. ലാസ്റ്റ് വണ്ണം എന്താണ്? മേക്ക് ഔട്ട്. അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഹാപ്പനിങ്. എ ഷാർക്ക് ഹാഡ് ബിറ്റൺ ഓഫ് ദ ലെഫ്റ്റ് ആം. നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ചൂസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് 4 ഓൺ ഇന്ന് തന്നിട്ടുണ്ട്. സ്ട്രേഞ്ചേഴ്സ് വിൽ അപ്രോച്ച് മീ. എന്തായിരിക്കും? ഓൺ ദ ബീച്ച്, ഇൻ എയർപോർട്ട്, ഇൻ ഷോപ്സ് ആൻഡ് എന്തായിരിക്കും? റെസ്റ്റോറൻറ്റ്. ദേ ആസ്ക് ഫോർ ഓട്ടോഗ്രാഫ്സ്. I am interrupted dash at dinner by people wanting to be in a photo with me. Fill in the blanks using the phrases given in bracket. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഫ്രേസസ് നോക്കിയിട്ട് എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാനാണ് പറഞ്ഞത്. ആഫ്റ്റർ ദ പാസഞ്ചേഴ്സ് ആൻഡ് ക്രൂ ബോർഡഡ് ദ എയർക്രാഫ്റ്റ് ഇൻ കറാച്ചി ദ ഹൈജാക്കേഴ്സ് അപ്പിയർഡ് എ ഡാഷ്. എന്തായിരിക്കും? ഔട്ട് ഓഫ് ദ
ബ്ലൂ. ഏതാണ്? ഔട്ട് ഓഫ് ദ ബ്ലൂ. അവിടെ എന്താ വേണ്ടത്? ഔട്ട് ഓഫ് ദ ബ്ലൂ. ബട്ട് നീരജ് ദ സീനിയർ ഫ്ലൈറ്റ് അറ്റൻഡർ മാനേജ് ടു ഓപ്പൺ ദ എമർജൻസി എക്സിറ്റ് ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ്. എന്താണ്? ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ്. അത് രണ്ടാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ്, റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ അനിത നായർ ആൻഡ് ഹെർ അങ്കിൾ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് സ്യൂട്ടബിളി. ഇത് അവളും അവളുടെ അനിതയും അങ്കിളും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഇത് സ്യൂട്ടബിളായിട്ട് എന്താണ് ഫില്ല് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അനിത എന്താ ചോദിച്ചത് നമുക്കറിയില്ല. അങ്കിൾ പറയണ മറുപടി, ദിസ് ഇയർ മൺസൂൺ ഇസ് മേർലി കാറ്റി കൂട്ടി പോവുക. എന്താണ്? അപ്പോൾ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ഇയേഴ്സ് മൺസൂൺ? എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? വാട്ട് ഡു യു തിങ്ക് about this year's monsoon? മൺസൂണിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഈ മൺസൂൺ എങ്ങനെയായിരിക്കും? അനിത. അപ്പോൾ അനിത എന്താ മറുപടി പറയുന്നത്? ദ മൺസൂൺ ഹാസ് പ്രൂവ്ഡ് ടു ബി ഡിസപ്പോയിൻമെൻറ്റ്. എന്താ പറയുക? അപ്പോൾ മുകളിൽ എന്തായിരിക്കും അനിത ചോദിച്ചിട്ടുണ്ടാവുക? വൈ ഡു യു സേ സോ? നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കണം. വൈ ഡു യു സേ സോ? Hasn't it? Yes, this trend continuous. അപ്പോൾ എന്തായിരിക്കും? We will have to find other source of water. അതായത് നമുക്ക് എന്താണ് ഇവിടെ പറയുന്നത്? പ്രാവശ്യം മൺസൂൺ കുറവായിരിക്കും, അങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോകാന്നുള്ള അവസ്ഥയായിരിക്കും എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണേ? ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്താണ് അത് നമുക്ക് മഴയൊന്നും കിട്ടുന്നില്ല അല്ലേ? അതൊരു കണ്ടിന്യൂസ് ട്രെൻഡായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഹീ വിൽ ഹാവ് ഫൈൻഡ്, അത് നമ്മൾ വാട്ടറിന് വേണ്ടിയിട്ട് മറ്റുള്ള വേറെ ഏതെങ്കിലും സോഴ്സ് കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്കിൾ പറയണത് ഡെഫിനറ്റ്ലി. നെക്സ്റ്റ്, റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ ആൻഡ് പിക്ക് ഔട്ട് ദ നൗൺ ഫ്രേസസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആൻഡ് ദ വെർബ് ഫ്രേസസ്. ഇതിൽ എന്താണ് നൗൺ ഫ്രേസസും സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസസും വെർബ് ഫ്രേസസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നൗൺ ഫ്രേസ് ആദ്യത്തെ നോക്കുക. വൺ ഓഫ് മൈ ഫേവറേറ്റ് കോൾഡ് ബൗളിംഗ് അല്ലി കാറ്റ് ഡിപ്സിറ്റിംഗ് ദ ആക്ഷൻ ആൻഡ് ദ അറ്റ്മോസ്ഫിയർ. ഇതിൽ നൗൺ ഫ്രേസ് ഏതായിരിക്കും? ഇതായിരിക്കും. നൗൺ ഫ്രേസ് ഏതാണ്? വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് കോൾഡ് ബൗളിംഗ് അല്ലി കാറ്റ്. അതാണ് എന്തെന്ന് പറയുന്നത്? നൗൺ ഫ്രേസ്. വെർബ് ഫ്രേസ് ഏതായിരിക്കും? ഡിപീറ്റിംഗ് ദ ആക്ഷൻ ആൻഡ് ദ അറ്റ്മോസ്ഫിയർ. ഇതാണ് എന്ത്? വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതിൽ നോക്കൂ. ദ യൂസ് ഓഫ് എ സെലിബ്രിറ്റി ഓർ എ പോപ്പുലർ ക്യാരക്ടർ ടു endorse a product in an ad is an extremely effective source of persuasion. അപ്പോൾ ഇതിൽ നൗൺ ഫ്രേസ് ഏതാണ്? ദ യൂസ് ഓഫ് സെലിബ്രിറ്റി ഓർ എ പോപ്പുലർ ക്യാരക്ടർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ വെർബ് ഫ്രേസ് ഏതായിരിക്കും? ടു എൻഡോസ് എ പ്രോഡക്റ്റ് ഇൻ ആൻ ആഡ്സ് ആൻ എക്സ്ട്രീംലി എഫക്റ്റീവ് സോഴ്സ് ഓഫ് പെർസെപ്ഷൻ. ഇതാണ് എന്തെന്ന് പറയുന്നത്? വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.